അറിഞ്ഞുകൂടാ. വേണം? പെണ്ണു വേണം. പൊണ്ണു വേണം. ഈ വീട്ടിലൊരു പെണ്ണില്ലേ, അതിനെ കാണണം. ബാപ്പേ ബാപ്പ്. ബാപ്പയെ അല്ല, പെണ്ണിനെ കാണേണ്ടത്. എന്തിനെ കാണണം? വിവാഹം കഴിക്കാൻ. പെണ്ണിനെ കാണണമെന്ന് പറഞ്ഞ കഴുത്തിന് പിടിക്കണ എന്തിന്? ഇതെന്താ കുമാർ? ഇവൻ എന്റെ പിടലിക്ക് കയറി പിടിച്ചു. ഞാൻ ഇവനൊന്ന് കുളിപ്പിക്കുകയായിരുന്നു. ആകെ നനഞ്ഞല്ലോ. വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. വേഷം മാറിയിട്ട് അച്ഛനെ കാണാം. അച്ഛൻ കാത്തിരിക്കുന്നു. ഭഗവാൻ. ശാലിനി, ഇതാരാണ്? ഇതോ പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്. വാട്ട്? കല്യാണം കഴിക്കാൻ പോകുന്ന ആളോ? ഞങ്ങൾ വിചാരിച്ചു കടന്നു കളഞ്ഞു. ഞാൻ എവിടെ പോകാനാണ്? നാട്ടിലെങ്ങാനും ഈ വേഷത്തോടെ ചെന്ന പശുക്കളൊക്കെ എന്നെ കാണുമ്പോ ഓടിക്കളയും. മതി മതി, വരും, അച്ഛനെ കാണാൻ പോകാം. തമ്പി അദ്ദേഹത്തിന് മുമ്പ് ചെന്നേ വിട്ടിട്ടൊന്നും കാണിക്കരുത്. ഞാൻ ഏറ്റു. പറഞ്ഞു കൊടുത്തതുപോലെ അങ്ങ് ചെയ്താ മതി കേട്ടോ. അച്ഛന് അസുഖമായതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒരു സംശയം തോന്നരുത്. ശാലിനിയെ പ്രേമിക്കുന്നു എന്ന് അദ്ദേഹം ചോദിച്ചാൽ എന്തോ പറയും? ഉടനെ കല്യാണം നടത്താൻ സമ്മതമാണെന്ന് പറയണം. അയ്യോ, ഈ കുണ്ടെന്തിന് ഇവിടെ കൊണ്ടുവന്നത്? അയ്യോ, അതെന്റെ ജീവനാണ്. എന്നാ ജീവൻ കുറച്ചു സമയം ഞങ്ങളുടെ കയ്യിരിക്കും. നിങ്ങൾ എന്റെ കുടുംബ എടുപ്പിച്ചു, എന്നെ കൊണ്ട് ഈ വേഷം എടുപ്പിച്ചു. എന്റെ വീണെങ്കിലും കിട്ടാ. അച്ഛനെ കണ്ടിട്ട് വന്നിട്ട് തരാമെന്ന്. അയ്യോ, അതവിടെ വെച്ചല്ലേ. അയ്യോ, അതവിടെ വെച്ച ആരെങ്കിലും കയറി കിടക്കാൻ പറഞ്ഞ് ഒടിഞ്ഞു. അയ്യോ, ആരമില്ല, തുടങ്ങിയതല്ലേ ഉള്ളൂ. അച്ഛാ, ഇതാണ് അച്ഛാ ഞാൻ പറഞ്ഞ ആള്. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇരിക്കുന്നേ. ഡോക്ടർ, എങ്ങനെ ഇരിക്കുന്നു എന്റെ മകളുടെ സെലക്ഷൻ? കേറി പിടിച്ചത് പുളിങ്കമ്പേല. പേരെന്താണ്? മാരൻ. മാരൻ? ശ്രീകുമാരൻ എന്നാ പേര്. അങ്ങനെ പറ. സ്ത്രീയും പൂവും പോയാൽ പിന്നെ പുരുഷൻ എന്തിനു കൊള്ളാം? സാറേ, പേര് പോലെ തന്നെ നല്ല കഥ. എനിക്ക് അച്ഛനില്ല, അമ്മ ഉണ്ട്. അമ്മ എവിടെയാണ്? അങ്ങ് ഗ്രാമത്തിലെ കുടില്ല താമസിക്കണത്. കുടിലോ? സാധാരണ കുടിലല്ല അച്ഛാ. പിന്നെ എത്ര കുടിലോ? അയ്യോ, അല്ലല്ല, ഇദ്ദേഹത്തിന്റെ അമ്മ സാധുക്കൾക്ക് വേണ്ടി ഒരാക്രമണം നടത്തുന്നുണ്ട്. പലപ്പോഴും അവർ പോകാറുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, വീരാളി കമ്പ. ചുമ്മാ നല്ല സാലിനിക്ക് ഇഷ്ടപ്പെട്ടത്. ശ്രീകുമാർ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? 2 വരെ. രണ്ടുപേരെ പറഞ്ഞ അച്ഛാ, 2 അക്ഷരമാണ്. BA. കണ്ടോ, ഡിഗ്രി വരെ നിഷ്പുല്ലാണ്. മൈതാന മനസ്സിൽ. അപ്പൊ എന്താണ് ജോലി? പശുമേക്കല. ആ പറയണ്ട മോളെ, എനിക്ക് മനസ്സിലായി. പശു മേയ്ക്കണമെന്ന് വെച്ചാൽ ഡയറി പാവല്ലേ? കണ്ടില്ലേ, ശ്രീകൃഷ്ണനെ പോലെ കൊഴാറല്ലേ ഇരിക്കുന്നത്. ഇനി എല്ലാരും ഒന്ന് വെളിയിൽ പോയി. എനിക്ക് ശ്രീകുമാറിനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. പോയി. മോളെ, നീയും പോയേ മതിയാകും. നിന്നെ പറ്റിയാണ് എനിക്ക് ശ്രീകുമാരനോട് സംസാരിക്കാനുള്ളത്. പോ. ശ്രീകുമാര, പോയി ആ കഥ കളച്ചിട്ട് വാ. ഓ, വരൂ വരൂ വരൂ, ഇവിടെ ഇരിക്കൂ, കളത്തിലിരിക്കൂ. അങ്ങനെ അച്ഛൻ എന്തെല്ലാം ചോദ്യങ്ങൾ അയാളോട് ചോദിക്കാൻ പോകുന്നു, അയാൾ എന്തെല്ലാം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ പോകുന്നു, ദൈവത്തിന് തന്നെ അറിയാം. അയാൾ എന്തൊക്കെയാ പറയുന്നതെന്ന് ഞാനിപ്പോ പറയാമല്ലോ. എന്തോ? നീ ഒരു കാര്യം ചെയ്യും, അച്ഛൻ അയാളോട് ചോദിക്കുന്ന പോലെ എന്തെങ്കിലും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാട്ടെ. ശരി. മോനെ ശ്രീകുമാര, ഏറ്റവും കൂടുതൽ പോഷകാംശമുള്ള ആഹാരം ഏതാണ്? കച്ചിയും പുല്ലും. ഇന്ത്യയിൽ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ ആരാണ്? അയ്യോ, അമ്മാൻ അറിഞ്ഞൂടായോ? പശുക്കളും എരുമകളും. അയ്യോ നാരായണ, കന്നുകാലികളുടെ
വിളിച്ചോണ്ട് വന്നത്? ആർക്കറിയാം? പെൺപിള്ളേരെ കൂടുതൽ പഠിപ്പിച്ചാൽ ആപത്താ. വഴി കാണുന്നവനെ മുഴുവൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. ഇത് ഏതാണ്ട് അലവലാതിയാ. ചുമ്മാ വാതിൽ വെച്ചോണ്ടിരിക്കാതിരിക്കണം. ധൈര്യം ഉണ്ടെങ്കിൽ വാതിലോർന്ന് അവനെ പിടിച്ചോണ്ട് പുറത്താക്കണം. അത്രയുള്ളോ? അതിനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാൻ കണ്ടമത്തെ കുറുപ്പാ. എങ്ങോട്ടാ? വെറുതെ കളി ചീത്തയാക്കണ്ട. അവനെ കൂർക്കായ തൂത്തുവാരിയിട്ട് എടുത്തവനെ അറിയാവോ? മര്യാദയ്ക്ക് അവിടെ പോയി. ഭവാനിയമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട. ചേട്ടൻ കഥ പഠിച്ചോണ്ട് നിന്നോട് എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അത് ഈ ബംഗ്ലാവിൽ കഴുത, കാട്ടുപോത്ത്, ഈറ്റപ്പുലി, മുള്ളം പന്നി എല്ലാരും കടന്നു കൂടിയിട്ടുണ്ട്. നീ താഴോട്ട് ചെല്ലുമ്പോ അവരെല്ലാരും കൂടി നിന്നെ വളഞ്ഞ് ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞു. അച്ഛനോട് എന്തോന്നൊക്കെ ബ്ലണ്ടർ അടിച്ചു വിട്ടു? ബ്ലണ്ടറോ? അദ്ദേഹം നിങ്ങളോട് എന്തോന്ന രഹസ്യം പറഞ്ഞത്? ആ രഹസ്യമോ? അതായത് അയ്യോ, ഒന്ന് എളുപ്പം പറഞ്ഞു തോന്നിക്കേ. എന്റെ കരടെ ദേഷ്യപ്പെടാതെ. അയ്യോ, ഞാൻ ഒന്നും വിളിച്ചില്ല. ആ പിന്നെ അച്ഛൻ എന്നോട് ചോദിച്ചു, എന്റെ മോളെ നീ എങ്ങനെയാ വലവീശി പിടിച്ചതെന്ന്. സത്യം. എന്നിട്ട് എന്തോ പറഞ്ഞു? ഞാൻ പറഞ്ഞു, മോളെ ആദ്യം കണ്ടപ്പോ ഞാൻ ഇങ്ങനെ കണ്ണിറുക്കി കാണിച്ചു. പിന്നെ അങ്ങോട്ട് അടുത്തോട്ട് എന്ന് ചെവിയിൽ മന്ത്രിച്ചു. പിന്നെ വലവീശി ഇങ്ങ് പിടിച്ചു എന്ന്. ഒന്ന് നിർത്ത്. എന്റെ അച്ഛൻ അങ്ങനെ ഒന്നും ചോദിക്കില്ല. അയ്യോ, വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വരി. അദ്ദേഹം എന്താണ് ചോദിച്ചത്? അയ്യോ, ചോദിച്ചൊന്നും പറയാൻ പാടില്ല. പരമ രഹസ്യമാ. മര്യാദയ്ക്ക് പറയുന്നുണ്ടോ ഇല്ലേ? പറയൂല. എങ്കിൽ ഇറങ്ങി പോണം. അയ്യോ, ഇവിടുന്ന് പോകാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശാലിനിയെ ഷട്ടപ്പെട്ടാന്ന് കല്യാണം കഴിച്ച് ഇവിടെ തന്നെ താമസിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. അയ്യടാ മനവാള, അങ്ങനെ ചട്ടപ്പെട്ടാണ് കല്യാണം കഴിക്കണ്ട. ചെയ്തെന്ന ഉപകാരത്തിന് നന്ദി. ഒന്ന് ഇറങ്ങി പോണം. അയ്യോ, ഞാൻ ഇവിടുന്ന് പോയാലേ അദ്ദേഹം വിളിക്കും. അതെ, അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം. ഒന്ന് പോയാട്ടെ. ഓ, നിങ്ങൾ പോകാൻ പറയുമ്പോ പോണം, വരാൻ പറയുമ്പോ പറയണമല്ലേ? ശരി, ഞാൻ പോയേക്കാം. എന്റെ വീണെങ്കി തന്നാട്ട്. ഒന്ന് വേഗം പോണം. ഞാൻ പോണോ? യൂസ്ലെസ്. കല്യാണം കഴിക്കാൻ നടക്കും. നിന്റെ അച്ഛൻ എന്ത് ചോദിച്ചു കാണും? ഷോ, അതാണല്ലോ ഇപ്പൊ മനസ്സിലാകാത്തത്. ഇനി അദ്ദേഹം എന്തിനാ അച്ഛൻ വിളിക്കുന്നു? സാറിന് ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു എന്നോ? എന്താ കാര്യം? സാർ, അച്ഛൻ നിങ്ങളെ അന്വേഷിക്കുന്നു. ഒന്ന് വരണം സാർ. അയ്യോടെ വരണോ? മനുഷ്യനെ കുരഞ്ഞു കളിപ്പിക്കുകയാണോ? കഴിഞ്ഞതെല്ലാം മറക്കണം സാർ. മറക്കാനോ? എന്നെ കൊണ്ട് കുടുംബം വെട്ടിച്ചു, എന്നെ കൊണ്ട് കള്ളം പറയിച്ചു. കാര്യം കഴിഞ്ഞപ്പോ എന്നെ ഇറക്കി വിട്ടു. ഇപ്പൊ പിന്നെയും വന്നിരിക്കാൻ എന്നെ കൊണ്ടുപോവാൻ. ഞാനെന്താ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരനാണോ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത് സാർ. ഒരിക്കൽ കൂടി സാറ് വരണം. അങ്ങ് വന്നില്ലെങ്കിൽ എല്ലാം പാഴാകും. ഇനിയും വേഷം കെട്ടാനും കള്ളം പറയാനുമല്ലേ എന്നെ വിളിക്കണത്? അതിന് വേറെ ആളെ നോക്ക്. വേറെ ആളിനെ കൊണ്ടുപോയാ പറ്റൂല. അച്ഛനെ നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു പോയി. അച്ഛന് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ? എനിക്കും ഇഷ്ടപ്പെട്ടു. അമ്പടി ജിഞ്ചിന്നാക്കടി.